ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ ആണ്. ഇൻ്റർ സിമ്പിൾ ഇൻ്റർഫിയറൻസ് സീറോ ആക്കാനായിട്ട്, ഇൻ്റർ സിമ്പിൾ ഇൻ്റർഫിയറൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയൻ ആണ് നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലേ? ആ ഇക്വേഷനകത്ത് ഇൻ്റർ സിമ്പിൾ ഇൻ്റർഫിയറൻസിൻ്റെ കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ആ ഇക്വേഷൻ ഞാനൊന്നിവിടെ എഴുതുവാണ്. സോ ആ ലാസ്റ്റ് ലാസ്റ്റ് ലെക്ചറിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. y ഓഫ് ti is equal to mu ai plus mu summation. So this was the equation which we derived in the last class. ഇത് k equal to I ലായിരുന്നു അല്ലേ? ആൻഡ് സെക്കൻഡ് ടേം k നോട്ട് ഈക്വൽ ടു I ലായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഈ സെക്കൻഡ് ടേം ആണ് ഇൻ്റർ സിമ്പിൾ ഇൻ്റർഫിയറൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ നോയ്സ് എഴുതുന്നില്ല, നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നില്ല. നമ്മൾ ആ ഡിസ്റ്റോഷൻ ISA എന്ന് പറഞ്ഞ ഡിസ്റ്റോഷൻ മാത്രമേ നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്കൻഡ് ടേം ആണ് ഇൻ്റർ സിമ്പിൾ ഇൻ്റർഫിയറൻസിൻ്റെ കോൺട്രിബ്യൂഷൻ. സിമ്പിൾ ഇൻ്റർഫിയറൻസിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നത് ഈ സെക്കൻഡ് ടേം ആണ്. ഫസ്റ്റ് ടേം ഇൻ്റർ സിമ്പിൾ ഇൻ്റർഫിയറൻസ് ഇല്ലെങ്കിൽ, ദാറ്റ് മീൻസ് 0 ISI ആണെങ്കിൽ എന്താകണം? ആ സെക്കൻഡ് ടേം പോകണം. സെക്കൻഡ് ടേം പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ mu ai എന്ന് മാത്രം കിട്ടും. ദാറ്റ് മീൻസ് TIയിൽ സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ ആ AI എന്ന് പറഞ്ഞ സിമ്പിൾ മാത്രമായിരിക്കും, നമുക്ക് ith ബിറ്റ് മാത്രമായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ദിസ് ഫോർ 0 ISI ആണ്, ഇഫ് ISI ഈസ് 0. ഇനി ഈ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയൻ ആണ് നൈക്വിസ്റ്റ് തരുന്നത് നമുക്ക്. നൈക്വിസ്റ്റ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് തരുന്ന ക്രൈറ്റീരിയൻ ആണ് എന്ത്? ISI 0 ആക്കാനായിട്ട്. അതായത് ഈ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയൻ ആണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ ഫോർ 0 ISI എന്നും പറയും. അതേകൂട്ട് തന്നെ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ ഫോർ ഡിസ്റ്റോഷൻലെസ് ബേസ് ബാൻഡ് ബൈനറി ട്രാൻസ്മിഷൻ എന്നും പറയും. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ ഇക്വേഷനകത്ത് ISI 0 ആക്കണമെങ്കിൽ, ദാറ്റ് മീൻസ് ഏത് ടേം 0 ആക്കണം? ഈ സെക്കൻഡ് ടേം 0 ആക്കണം അല്ലേ? ഈ സെക്കൻഡ് ടേം 0 ആക്കണമെങ്കിൽ നമുക്ക് എന്ത് 0 ആക്കിയാൽ മതി? ഈ സെക്കൻഡ് ടേമിനകത്ത് mu എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്, AK എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആണ്. ഇത് രണ്ടും നമുക്ക് 0 ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ഒരു വാല്യൂ, ഓക്കെ, ഈ പൾസിൻ്റെ വാല്യൂ എന്ത്? 0 ആക്കിയാൽ മതി. അപ്പോൾ P of t എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ ഓവറോൾ ഇമ്പൾസ് റെസ്പോൺസ് ആണ് P of t എന്ന് പറഞ്ഞാൽ. സിസ്റ്റത്തിൻ്റെ AK ഇൻപുട്ട് കൊടുക്കും, y of ti നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഓവറോൾ ഇമ്പൾസ് റെസ്പോൺസ് ആണ് P of t. അപ്പോൾ ഇതാ P of tയുടെ ഷിഫ്റ്റഡ് വേർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. P of t ഓരോ സാമ്പിളിംഗ് ടൈമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത വേർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേം 0 ആകുവാണെങ്കിൽ ഹോൾ തിങ് വിൽ ബിക്കം 0 അല്ലേ? ഈ ഒരു ഫസ്റ്റ് ടേം നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡിറൈവ് ചെയ്തപ്പോൾ ഈ ഫസ്റ്റ് ടേം കിട്ടിയത് നമ്മൾ ഇതിന് വാല്യൂ 1 കൊടുത്തപ്പോഴായിരുന്നു അല്ലേ? ബിക്കോസ് I ഈക്വൽ ടു കെയിൽ P of 0 വരും. ഈ P of 0യെ നമ്മൾ 1 എന്ന് അസ്യൂം ചെയ്തപ്പോഴായിരുന്നു നമുക്ക് ഫസ്റ്റ് ടേം കിട്ടിയത്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു മേക്ക് ISI ഫ്രീ, ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നോക്കിയാൽ മതി. ഈ ഒരു ടേമിനെ 0 ആക്കണം. എപ്പം? I നോട്ട് ഈക്വൽ ടു കെ ആകുമ്പോൾ ഈ ടേം 0 ആകുവാണെങ്കിൽ നമുക്ക് ISI 0 ആക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ ഇൻ ടൈം ഡൊമെയിൻ. ഇത് ടൈം ഡൊമെയിനിലാണ് പറയുന്നത് അല്ലേ? സോ ദ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ ഈസ് ദാറ്റ് വി ഹാവ് ടു കൺട്രോൾ ദ ഓവറോൾ പൾസ് P of t. ഓക്കെ, P of t ഇൻ സച്ച് എ വേ ദാറ്റ് ഈ P of t നമ്മൾ കൺട്രോൾ ചെയ്യണം ഇൻ സച്ച് എ വേ ദാറ്റ് P of I minus k into TB. Okay, P of I minus k into TB will take two values. ഒന്നെന്ന് പറയുന്നത് 1 ആണ്. 1 എപ്പോഴായിരിക്കണം? I ഈക്വൽ ടു കെ ആകുമ്പോൾ 1 ആകണം. ആൻഡ് I നോട്ട് ഈക്വൽ ടു കെ, അതാണ് ഈ സെക്കൻഡ് ടേം അല്ലേ? I നോട്ട് ഈക്വൽ ടു കെ ആകുമ്പം ദിസ് ടേം ഹാസ് ടു ബി 0 എങ്കിൽ മാത്രമേ നമുക്ക് ഈ സെക്കൻഡ് ടേമിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? ISI എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദിസ് ഈസ് ദ ക്രൈറ്റീരിയൻ ഗിവൺ ബൈ നൈക്വിസ്റ്റ് ടു അവോയ്ഡ് ISI. ഓക്കെ, ഇൻ ഓർഡർ ടു മേക്ക് ISI 0 ഇൻ ടൈം ഡൊമെയിൻ. ടൈം ഡൊമെയിനിലെ ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. നൗ നമ്മൾ ഡിസൈൻ പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ എപ്പോഴും നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് പോകണം അല്ലേ? ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി ഈ P of t എന്ന് പറഞ്ഞ ഓവറോൾ ഇമ്പൾസിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കടക്കാം.
അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പി ഓഫ് ടിയെ നമുക്കൊന്ന് സാമ്പിൾ ചെയ്യാം. അപ്പോൾ ഞാൻ സാമ്പിളിംഗ് തിയറം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാമ്പിളിംഗ് തിയറത്തിനകത്ത് ജി ഓഫ് ടിയെ സാമ്പിൾഡ് സ്പെക്ട്രം ജി ഡെൽ ഓഫ് ടി ആയിരുന്നു ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ പി ഓഫ് ടിയെ ഞാൻ സാമ്പിൾ ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പി ഡെൽ ഓഫ് ടി എന്നാണെന്ന് വിചാരിക്കുക. ഇനി അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം അതിനെ സാമ്പിൾ ചെയ്തു. ഇനി ഈ പി ഡെൽ ഓഫ് ടിയുടെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കും? പി ഡെൽ ഓഫ് എഫ് ആയിരിക്കും. ഇതൊക്കെ സാമ്പിളിംഗ് തിയറത്തിലും പറഞ്ഞതാണ്. ഈ പി ഡെൽ ഓഫ് എഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സാമ്പിളിംഗ് ഇക്വേഷനും നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അവിടെ ജി ഡെൽ ഓഫ് എഫ് വെച്ചിട്ടായിരുന്നു ഞാൻ റെപ്രസെൻറ്റ് ചെയ്തത്. എങ്ങനെയായിരുന്നു ജി ഡെൽ ഓഫ് എഫ് നമ്മൾ എഴുതിയത്? എഫ് എസ് ടൈംസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് എഫ് മൈനസ് എൻ എഫ് എസ് എന്നായിരുന്നു ഞാൻ റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, ഇതറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആ സാമ്പിളിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കാണണം. വേറെ എഫ് എസ് എന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ ചെയ്യുന്ന നൈക്വിസ്റ്റ് റേറ്റ് അല്ലേ, സാമ്പിളിംഗ് റേറ്റ് ആയിരുന്നു എഫ് എസ് എന്ന് പറയുന്നത്. എന്തായിരുന്നു? സാമ്പിളിംഗ് റേറ്റ്. അതായത് ഒരു സെക്കൻഡിൽ എത്ര സാമ്പിൾസ് കടത്തി വിടണമെന്ന് പറയുന്ന ആ ഒരു റേറ്റ് ആയിരുന്നു സാമ്പിളിംഗ് റേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ ആവശ്യം എന്തുവാണ്? പി ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ആദ്യം പി ഓഫ് ടിയെ പി ഡെൽ ഓഫ് ടി എന്ന് എഴുതി. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം പി ഡെൽ ഓഫ് എഫ് ആണ്. സോ ഇത് ജി ഡെൽ ഓഫ് എഫ് ആണെങ്കിൽ പി ഡെൽ ഓഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഡെൽ ഓഫ് എഫ്. ഓക്കെ, പി ഡെൽ ഓഫ് എഫ്. പി ഡെൽ ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സാമ്പിൾഡ് അല്ലേ, സാമ്പിൾഡ് വാല്യൂ. പി ഡെൽ ഓഫ് ടിയുടെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷനാണ് പി ഡെൽ ഓഫ് എഫ്. Okay, so P del of F can be written as according to this equation Fs. പക്ഷേ ഞാനിവിടെ എഫ് എസ് എഴുതുന്നതിന് പകരം വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള വേറെ ഒരു ടേമാണ് ഉപയോഗിക്കുന്നത്. സെയിം മീനിങ് ആണ്. എഫ് എസിന് വരെ ഞാൻ ആർ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. എഫ് എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സാമ്പിളിംഗ് റേറ്റ് ആയിരുന്നു. എത്ര സാമ്പിൾസ് ഒരു സെക്കൻഡിൽ അയക്കാമെന്നുള്ള റേറ്റ് ആയിരുന്നു. അതിനെ എനിക്ക് ബിറ്റ് റേറ്റ് എന്നും പറയാം. സെയിം ആണ്, ബിറ്റ് റേറ്റ് എന്നും പറയാം. ഓരോ ബിറ്റിനെയും നമ്മൾ സാമ്പിൾ ചെയ്തല്ലേ അയക്കുന്നത്. സോ ബിറ്റ് റേറ്റ് എന്നും പറയാം. ആ ബിറ്റ് റേറ്റിനെ ഞാൻ ആർ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇൻസ്റ്റെഡ് ഓഫ് എഫ് എസ് ആർ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓൾ അത് സെയിം, എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഇവിടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ബിറ്റ് റേറ്റ് ആർ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. എന്തിന് പകരം? എഫ് എസിന് പകരം. സോ ഇറ്റ് ഈസ് ആർ ബി സമ്മേഷൻ. ഇവിടെ സമ്മേഷൻ ഉണ്ടായിരുന്നു അല്ലേ, എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഹിയർ പി ഓഫ് എഫ് മൈനസ് എൻ ആർ ബി എന്ന് എഴുതി. ഓക്കെ, അപ്പം പി ഓഫ് ടി എന്ന് പറഞ്ഞ പൾസിൻ്റെ സാമ്പിൾഡ് സ്പെക്ട്രമാണ് ഇത് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ സാമ്പിൾഡ് സ്പെക്ട്രം. This is the sampled spectrum of overall impulse P of t. ഓക്കെ, ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പം ISI 0 ആക്കാനുള്ള കണ്ടീഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി ഡൊമൈനിൽ. ഓക്കെ, നൗ ഈ പി ഡെൽ ഓഫ് എഫിനെ വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം. പി ഡെൽ ഓഫ് എഫിനെ ശരിക്കും പി ഡെൽ ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഡെൽ ഓഫ് ടിയുടെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് അല്ലേ. പി ഡെൽ ഓഫ് ടിയുടെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് പി ഡെൽ ഓഫ് എഫ്. സോ പി ഡെൽ ഓഫ് എഫിനെ പി ഡെൽ ഓഫ് ടിയിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എടുത്താൽ മതി. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ദാറ്റ് പി ഡെൽ ഓഫ് ടി ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് ജെ 2 പൈ എഫ് ടി ഡി ടി. ശരിയല്ലേ? പി ഡെൽ ഓഫ് ടിയുടെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ പി ഡെൽ ഓഫ് എഫ് കിട്ടും. അല്ലെങ്കിൽ പി ഡെൽ ഓഫ് എഫ് പി ഡെൽ ഓഫ് ടിയിൽ നിന്ന് നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. സോ ഈ ഒരു ഇക്വേഷൻ കിട്ടി, ഈ ഒരു ഇക്വേഷൻ കിട്ടി. നൗ ഈ പി ഡെൽ ഓഫ് ടിയെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഓക്കെ, ഇതിന് നിങ്ങൾ ആ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ലെക്ചറിനകത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ടായിരുന്നു ജി ഡെൽ ഓഫ് ടിയെ എങ്ങനെ കിട്ടുമെന്ന്. ജി ഡെൽ ഓഫ് ടി എന്ന് പറഞ്ഞൊരു സിമ്പൽ ഇതാണെങ്കിൽ ആ ജി ഡെൽ ഓഫ് ടിയുടെ ഡിഫറെൻറ്റ് വാല്യൂസ്, ഓക്കെ, ജി ഓഫ് ടി ബി, ജി ഓഫ് 2 ടി ബി, ജി ഓഫ് 3 ടി ബി, അങ്ങനെ കുറേ വാല്യൂസ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ജി ഓഫ് എൻ ടി ബി അറിയാമെങ്കിൽ ആ ജി ഓഫ് എൻ ടി ബി മൾട്ടിപ്ലൈഡ് വിത്ത് ട്രെയിൻ ഓഫ് ഇമ്പൾസസ് ആയിരിക്കും എന്ത്? ജി ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത്. ജി ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത് അങ്ങനെ കിട്ടും. അങ്ങനെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ആ ജി ഡെൽ ഓഫ് ടിയെ ഞാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് ജി ഓഫ് എൻ ടി എസ്. ഓക്കെ, എൻ ടി എസ് മൾട്ടിപ്ലൈഡ് ബൈ ഡെൽ ഓഫ് ടി മൈനസ് എൻ ടി എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇക്വേഷനെ. ജി ഡെൽ റീകൺസ്ട്രക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ട് നമ്മൾ പി ഡെൽ ഓഫ് ടി എഴുതാൻ പോവാണ്. സോ പി ഡെൽ ഓഫ് ടി എങ്ങനെ എഴുതാൻ പറ്റും? സോ പി ഡെൽ ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ്, ഇത് ജി ഓഫ് ടി ആണല്ലേ, അതിൻ്റെ സാമ്പിൾ വാല്യൂസ് ജി ഓഫ് എൻ ടി എസ് ആയിരുന്നെങ്കിൽ ഇവിടെ ഞാൻ പി ഓഫ്
ഇവിടെ ഒരു സമ്മേഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് റീകൺസ്ട്രക്ഷൻ്റെ വീഡിയോസിൽ. സോ സമ്മേഷൻ പി ഓഫ്, ഇവിടെ എന്നിന് പകരം ഇവിടെ ഓൾറെഡി നമ്മൾ എന്ന് നേരത്തെ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടെ എം എന്ന് യൂസ് ചെയ്യാൻ പോവാണ്, എം. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഇവിടെ ടി എസ് യൂസ് ചെയ്തു, ബിക്കോസ് എഫ് എസ് ആയിരുന്നു നമ്മൾ അവിടെ യൂസ് ചെയ്തത്. ഇവിടെ ബിറ്റ് റേറ്റ് ആർ ബി യൂസ് ചെയ്തു അല്ലേ, എഫ് എസിന് പകരം നമ്മൾ യൂസ് ചെയ്തത് ആർ ബി ആണ്. സോ ടി ബി വെച്ചിട്ടാണ് ഞാൻ ടൈം ഇൻ്റർവെലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് 1/fs, അതായത് 1/RB ഈസ് ഈക്വൽ ടു ടി ബി എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് പി ഇൻറ്റു അല്ലേ, ഇവിടെ ജി ഓഫ് എൻ ടി എസ് ആയിരുന്നു, അതിന് പകരം പി ഓഫ് എം ടി ബി ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ഇവിടെ എം യൂസ് ചെയ്തുകൊണ്ട് ഹിയർ എം ഇൻറ്റു ടി ബി എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് പി ഡെൽ ഓഫ് ടി. ഈ പി ഡെൽ ഓഫ് ടിയുടെ ഇക്വേഷൻ ഇതിനകത്തേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, പി ഡെൽ ഓഫ് ടിക്ക് പകരം summation m is equal to minus infinity to infinity p of m ടി എസ് എന്ന് എഴുതണ്ട, ടി ബി എന്ന് എഴുതുക, ബിക്കോസ് നമ്മളിവിടെ ബിറ്റ് റേറ്റ് ആർ ബി ആണ് ഇവിടെ യൂസ് ചെയ്തത് ഇൻസ്റ്റെഡ് ഓഫ് എഫ് എസ്. സോ എം ടി ബി ഇൻറ്റു ദ ട്രെയിൻ ഓഫ് ഇമ്പൾസസിനെ ഡെൽ ഓഫ് ടി മൈനസ് എൻ ടി എസ് എന്നായിരുന്നു നമ്മൾ നേരത്തെ റീകൺസ്ട്രക്ഷനൊക്കെ റെപ്രസെൻറ്റ് ചെയ്തത്. ഇവിടെ എം യൂസ് ചെയ്യുന്നതുകൊണ്ട് എം ആൻഡ് ടി എസിന് പകരം ടി ബി. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? നൗ പി ഡെൽ ഓഫ് ടിക്ക് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പി ഡെൽ ഓഫ് ടിക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇൻറ്റു ദിസ് എക്സ്പൊണൻഷ്യൽ ടേം, എക്സ്പൊണൻഷ്യൽ മൈനസ് ജെ. സോ ഈ പി ഡെൽ ഓഫ് ടിയുടെ ഒരു ഈ ഇക്വേഷൻ എഴുതിയത് നിങ്ങൾ റീകൺസ്ട്രക്ഷൻ്റെ ആ സ്റ്റാർട്ടിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെ ജി ഡെൽ ഓഫ് ടിയെ നമ്മൾ അതിൻ്റെ സാമ്പിൾഡ് വാല്യൂസിൽ നിന്ന് എഴുതി, അതേ കൂട്ടാണ് ഞാൻ എഴുതിയത്. സോ എക്സ്പൊണൻഷ്യൽ മൈനസ് ജെ 2π/ft ഡി ടി ആണെന്ന് എഴുതി. ഓക്കെ, നൗ ഈ ഒരു ഇക്വേഷനെ ഇത് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് പി ഓഫ് ഐ മൈനസ് കെ ടി ബി എന്നായിരുന്നു അല്ലേ. ഇവിടെ ഞാനത് പി ഓഫ് ടിയിൽ നിന്ന് സ്പെക്ട്രോക്ക് എഴുതി ഇൻവേഴ്സ് എഴുതുമ്പോൾ പി ഓഫ് എം ടി ബി എന്നായി അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് എമ്മിനെ എന്താണെന്ന് പറയാൻ പറ്റും, എമ്മിനെ ഐ മൈനസ് കെ ആണെന്ന് പറയാൻ പറ്റും. അതായത് ഇത് 0 ISIക്കുള്ള ഈ ക്രൈറ്റീരിയൻ ആണ്. ഇനി ഈ ക്രൈറ്റീരിയൻ ശരിക്കും ഈ ഒരു കണ്ടീഷനിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാം, ബിക്കോസ് ഇത് 0 ISIക്ക് നമുക്ക് കിട്ടിയ ഈ കണ്ടീഷൻ ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ശരിക്കും പി ഡെൽ ഓഫ് എഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാം. ISI 0 കിട്ടാനുള്ള പി ഡെൽ ഓഫ് എഫിൻ്റെ കണ്ടീഷൻ നമുക്ക് അന്നേരം കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എമ്മിനെ ജസ്റ്റ് ഇതുമായിട്ട് നോക്കിയാൽ മതി, എമ്മിന് വരാം ഐ മൈനസ് കെ. നമുക്കപ്പോൾ എമ്മിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, ലെറ്റ് എം ഇസ് ഈക്വൽ ടു ഐ മൈനസ് കെ. ലെറ്റ് എം, ഇവിടെ നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത എം എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ മൈനസ് കെ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ഐ മൈനസ് കെ ആണ് എന്ത്, എം എന്ന് പറയുന്നത്. ഇനി ഐ ഈക്വൽ ടു കെയുടെ കേസിൽ, ഐ ഈക്വൽ ടു കെയിലാണല്ലോ നമുക്ക് ആ ഒരു ISI ഇല്ലാത്ത ടേം കിട്ടുന്നത്, ISI 0 ടേം കിട്ടുന്നത് ഐ ഈക്വൽ ടു കെയിലാണ്. അപ്പോൾ ഐ ഈക്വൽ ടു കെയുടെ കണ്ടീഷൻ എടുക്കുക. ഐ ഈക്വൽ ടു കെ ആകുമ്പോൾ അപ്പോൾ എന്ത് കിട്ടും, ഐ ഈക്വൽ ടു കെ ആകുമ്പോൾ 1 സെക്കൻഡ്, ഐ ഈക്വൽ ടു കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, എമ്മിൻ്റെ വാല്യൂ എം എന്തായിരിക്കും, എം 0 ആയിരിക്കും. സോ ഈ ഒരു ഇക്വേഷനിലേക്ക് ഞാൻ എമ്മിനെ ഐ മൈനസ് കെ എന്നും ഐ ഈക്വൽ ടു കെ എന്നും, ദാറ്റ് മീൻസ് എം ഇസ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, എമ്മിനെ നമ്മൾ ഐ മൈനസ് കെ എന്ന് കൊടുത്തു, പക്ഷേ ISI ഇല്ലാത്ത ടേമിനകത്ത് ഐ ഈക്വൽ ടു കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ എം എന്താകും, 0 ആകും. ഇനി ആ എമ്മിന് 0 എന്ന് കൊടുക്കാൻ പോവാണ്, ഈ ഇക്വേഷനിലേക്ക് എമ്മിന് 0 കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്ത് കിട്ടും ഇക്വേഷൻ, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി എന്താ ശരിക്കും ചെയ്യുന്നത്, ആ ഒരു നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, സോ പി ഓഫ് എം ടി ബി എന്ന് പറയുമ്പോൾ എമ്മിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് 0 കിട്ടും അല്ലേ, പി ഓഫ് 0 കിട്ടും ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ്, നമ്മൾ ഒറ്റ ഒരു വാല്യൂ ആണ് കൊടുക്കുന്നത് എമ്മിന്, അതുകൊണ്ട് പിന്നെ സമ്മേഷൻ എഴുതേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ഇനി എമ്മിന് ഇവിടെ 0 കൊടുക്കുമ്പോൾ ഡെൽ ഓഫ് ടി വരും ഇൻറ്റു ഇവിടെ എം ഇല്ല, സോ ആ ടേം നമ്മൾ എഴുതി എക്സ്പൊണൻഷ്യൽ മൈനസ് ജെ 2π/ft ഡി ടി എന്ന് എഴുതി. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, ഇനി നിങ്ങൾക്ക് നമ്മൾ സിഗ്നൽസിൽ പഠിച്ചിരിക്കുന്ന നമ്മുടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ഡെൽറ്റയുടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്കറിയാം ഡെൽറ്റയുടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡെൽ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഓഫ് ടി ഡി ടി ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു 1 അറ്റ് എപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0യിലാണ്.
ഓക്കെ, അപ്പോൾ അവിടെ ടിക്ക് 0 കൊടുക്കുക, ടിക്ക് 0 കൊടുക്കുക. ടിക്ക് 0 കൊടുക്കുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്? ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി എന്തായിരിക്കും? 1 ആയി മാറും. ഇവിടെ ടിക്ക് 0 കൊടുക്കുമ്പോഴോ ഇ റൈസ് ടു 0 ആണ് അല്ലേ, അതും 1 ആയി മാറും. പിന്നെ എന്താ നമുക്കുള്ളത്? പി ഓഫ് 0 മാത്രമാണ്. പി ഓഫ് 0യുടെ വാല്യൂ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പി ഓഫ് 0യുടെ വാല്യൂ 1 ആയിട്ടാണ് എടുക്കുന്നത്. ബിക്കോസ് നമ്മൾ പി ഓഫ് ടി നോർമലൈസ്ഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഓവറോൾ ഇമ്പൾസ് നമ്മൾ നോർമലൈസ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യും. അതായത് പി ഓഫ് 0യുടെ വാല്യൂ നമ്മൾ 1 ആയിട്ട് എടുക്കും. സോ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. പക്ഷേ -∞ ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 ആണ് അറ്റ് എപ്പോൾ? ടി ഈക്വൽ ടു 0. ഇവിടെ ടി ഈക്വൽ ടു 0 എടുക്കുമ്പോൾ ഈ ടേം എന്താവും? 1 ആയി പോകും. ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് വാട്ട്? ഓൺലി പി ഓഫ് 0. ഇസ് ഇറ്റ് ക്ലിയർ? ബിക്കോസ് -∞ ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി ഡി ടി ഈസ് ഈക്വൽ ടു 1 അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. ടിക്ക് 0 കൊടുക്കുന്നു ഇവിടെയും. അപ്പോൾ ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി ഡി ടി 1 ആയി പോകും. ഇ റൈസ് ടു ഇവിടെ ടി 0 വരുമ്പോൾ ഇ റൈസ് ടു 0 1 ആയി പോകും. യു വിൽ ഗെറ്റ് പി ഓഫ് 0. പക്ഷേ പി ഓഫ് 0 എന്താണ്? പി ഓഫ് 0 എന്താണ്? പി ഓഫ് 0 എന്താണ്? അപ്പോൾ എൽ എച്ച് എസ് എന്തായിരുന്നു? എൽ എച്ച് എസ് വാസ് ഓക്കെ, എൽ എച്ച് എസ് എന്തായിരുന്നു? എൽ എച്ച് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഡെൽ ഓഫ് എഫ് ആയിരുന്നു അല്ലേ. എൽ എച്ച് എസ് പി ഡെൽ ഓഫ് എഫ് ആയിരുന്നു. പി ഓഫ് 0 കിട്ടി. പി ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 അല്ലേ. അപ്പം പി ഡെൽ ഓഫ് എഫ് എന്താണെന്നാണ് നമുക്ക് കിട്ടുന്നത്? 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ പി ഡെൽ ഓഫ് എഫ് എന്താണെന്നാണ് നമുക്ക് കിട്ടിയത്? പി ഡെൽ ഓഫ് എഫ് നമുക്ക് 1 എന്ന് കിട്ടി. പി ഡെൽ ഓഫ് എഫ് വി ഗോട്ട് ഇറ്റ് ആസ് 1. പക്ഷേ ഈ പി ഡെൽ ഓഫ് എഫ് എന്തായിരുന്നു? നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ പി ഡെൽ ഓഫ് എഫ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ പി ഡെൽ ഓഫ് എഫ് ഈസ് വാട്ട്? ഇതാണല്ലേ ഈ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് പി ഡെൽ ഓഫ് എഫിൻ്റെ വാല്യൂ 1 ഇപ്പോൾ കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ ഇക്വേഷൻ 1 യു സബ്സ്റ്റിറ്റ്യൂട്ട് പി ഡെൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എന്താ കിട്ടുന്നത്? ഈ ഇക്വേഷൻ പി ഡെൽ ഓഫ് എഫ് നമ്മൾ 1 എടുത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് പി ഡെൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 1 ഇൻ ദ ഇക്വേഷൻ നമ്പർ 1. അന്നേരം എന്ത് കിട്ടുമെന്ന് അറിയാവോ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 ഇസ് ഈക്വൽ ടു ആർ ബി ഇൻറ്റു summation n is equal to -∞ to infinity p of f minus n rb is equal to 1 എന്ന് കിട്ടി. ഓർ ഈ ആർ ബിയെ ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്താ കിട്ടുന്നത്? ഓർ യു വിൽ ഗെറ്റ് summation n is equal to -∞ to infinity p of f minus n rb is equal to 1 by rb എന്ന് വരും അല്ലേ. 1 by rb എന്ന് വരും. ഈ 1 by rb എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ബി ആണ്. ബിക്കോസ് 1 by rb എന്ന് പറഞ്ഞാൽ ബിറ്റ് റേറ്റ് ആണ്. ഈ ആർ ബി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എഫ് എസിന് ഈക്വൽ ആണ് അല്ലേ, നമ്മൾ സാമ്പിളിംഗ് റേറ്റിന് ഈക്വൽ ആണ്. 1 by സാമ്പിളിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ടി എസ് ആയിരുന്നു. സോ 1 by rb എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ബി ആണ്, ബിറ്റ് റേറ്റ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ടി ബി എന്നും എഴുതാം. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് Nyquist criteria. 1 second. Yeah, some space. Okay, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ Nyquist criteria. നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിൽ നമ്മളത് ഡിറൈവ് ചെയ്തു. സോറി, ഇവിടെ എഫ് മൈനസ് സ്മോൾ കറക്ഷൻ ഹിയർ, എഫ് മൈനസ് എൻ ആർ ബി. ഓക്കെ, summation n is equal to -∞ to infinity p of f minus nrb is equal to tb. അപ്പോൾ നമ്മൾ ആ Nyquist criteria, ഫ്രീക്വൻസി ഡൊമൈനിലുള്ള Nyquist criteria ഇതാണ്. ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓവറോൾ ഇമ്പൾസാണ് പി ഓഫ് ടി എങ്കിൽ നമുക്ക് ISI അവോയ്ഡ് ചെയ്യാൻ പറ്റും. ISIയെ നമുക്ക് 0 ആക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന പി ഓഫ് എഫ് ആണെങ്കിൽ, ബിക്കോസ് ഇവിടെ ഫ്രീക്വൻസി ഡൊമൈനിലാണ് നമ്മൾ എഴുതിയത്, ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങളൊന്ന് നോക്കുക. സോ ദിസ് ഈസ് ദ ഫ്രീക്വൻസി ഫംഗ്ഷൻ പി ഓഫ് എഫ്. സോ ഈ ക്രൈറ്റീരിയ, ദിസ് ഈസ് ദ Nyquist, ദിസ് ഈസ് ദ Nyquist criterion. Okay, and this frequency ഡൊമൈനിലാണല്ലേ, ഫ്രീക്വൻസി ഫംഗ്ഷൻ ആണ്. ഫ്രീക്വൻസി ഫംഗ്ഷൻ പി ഓഫ് എഫ് വിൽ
ദിസ് എന്ന് പറയണ്ട. ആൻഡ് ഫ്രീക്വൻസി ഫംഗ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ഫംഗ്ഷൻ പി എഫ് വിൽ എലിമിനേറ്റ്, ഇവിടെ ചൂസ് ചെയ്യുന്ന പി ഓഫ് എഫ് വിൽ എലിമിനേറ്റ് ISI. ഓക്കെ, ഇഫ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയാം. ഇഫ് ഇക്വേഷൻ 2 ഈസ് സാറ്റിസ്ഫൈഡ്, ഇക്വേഷൻ 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പി ഓഫ് എഫ് ആണ് നമ്മൾ ഓവറോൾ ഇമ്പൾസായിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ISI 0 ആക്കാം. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, പി ഓഫ് എഫ് അല്ലേ, സമ്മേഷൻ പി ഓഫ് എഫ് മൈനസ് NRB ഇസ് ഈക്വൽ ടു TB ആണ്. എന്നിന് ആദ്യം 0 കൊടുത്തേ, എന്നിന് 0 കൊടുക്കുമ്പോൾ എന്താണ്, പി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു TB എന്ന് കിട്ടും അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഓവറോൾ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിൻ അല്ലേ, പി ഓഫ് ടി അല്ല പി ഓഫ് എഫ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഏത് ഷേപ്പുള്ള പൾസിനാണ് ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. പി ഓഫ് എഫ് ഇങ്ങനെ കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുന്നത് ഏത് ഷേപ്പുള്ള പൾസിനാണ്? റെക്റ്റാങ്കിളിനാണ് അല്ലേ. ബിക്കോസ് റെക്റ്റാങ്കിൾ പൾസ് നോക്കുവാണെങ്കിൽ റെക്റ്റാങ്കുലർ പൾസിനാണ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉള്ളത് അല്ലേ. റെക്റ്റാങ്കുലർ പൾസിനാണ് ആ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉള്ളത്. പക്ഷേ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ TB ആയിരിക്കണം അല്ലേ. ഒരു സൈൻ സിഗ്നലാണ് പി ഓഫ് എഫ്. അപ്പോൾ ആ പി ഓഫ് എഫ് ഒരു റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാം അതിന് വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബിക്കോസ് അക്കോർഡിംഗ് ടു ദിസ് ക്രൈറ്റീരിയ, ഈ ക്രൈറ്റീരിയ പറയുന്നത് എന്താണ്? ഈ ക്രൈറ്റീരിയ പറയുന്നത് നമ്മൾ ഈ കിട്ടുന്ന പി ഓഫ് എഫിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുവാണെങ്കിലും ഓക്കെ, പി ഓഫ് എഫ് ഇതാണെങ്കിൽ പി ഓഫ് എഫിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് TB എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടണം. അങ്ങനെയുള്ളത് ഏതാണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഏത് പൾസിനാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത്? അത് റെക്റ്റാങ്കുലർ പൾസിന് മാത്രമാണ് അല്ലേ. ബിക്കോസ് റെക്റ്റാങ്കുലർ പൾസിനാണ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുന്നത്. ഇവിടെ ആ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്താണ്? TB ആണ്. ഓക്കെ, സോ അത് നമുക്കൊന്നുകൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളൊന്ന് നോക്കിയേ. ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു കണ്ടീഷനാണ്. ഇത് നോക്കിയാൽ മതി. ഇത് ഈ ഒരു ഫിഗറിലേക്ക് ഒന്ന് നോക്കാം അല്ലേ. ഞാനിപ്പോൾ പറഞ്ഞ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ എന്താണ്? നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ n ഇസ് ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി പി ഓഫ് എഫ് മൈനസ് NRB ഇസ് ഈക്വൽ ടു TB ആണ്. അപ്പോൾ ഈ പി ഓഫ് എഫിന് ഏത് ഷേപ്പ്, ആ പൾസിന് ഏത് ഷേപ്പ് കൊടുക്കണം, ഈ ഓവറോൾ ഇമ്പൾസ് റെസ്പോൺസിന് ഏത് ഷേപ്പാണെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ പി ഓഫ് എഫ് നോക്കിക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു കറക്റ്റ് റെക്റ്റാങ്കിൾ അല്ല, ഓൾമോസ്റ്റ്, ബിക്കോസ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഈ ഒരു ഫംഗ്ഷൻ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതിനല്ലേ പി ഓഫ് എഫ്. ഇത് പി ഓഫ് എഫ് ആണ്. ഇത് പി ഓഫ് എഫ് ആണെങ്കിൽ നമുക്കിത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഓർ ഈ പി ഓഫ് എഫിനെ ഷിഫ്റ്റ് ചെയ്തേക്കുവാണ്. ബിക്കോസ് ഈ ഒരു കണ്ടീഷൻ പറയുന്നത് ഷിഫ്റ്റഡ് വാല്യൂ ഓഫ് പി ഓഫ് എഫ് ആണ് അല്ലേ. അറ്റ് TB, ദെൻ അറ്റ് 2 TB, അറ്റ് 3 TB ലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ആ കോൺസ്റ്റൻറ്റ് വാല്യൂ TB കിട്ടണം. കണ്ടോ, ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ആ കോൺസ്റ്റൻറ്റ് വാല്യൂ ഈക്വൽ ടു TB ആണ്. അപ്പോൾ ഏത് തരം ഒരു പൾസ് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. കോൺസ്റ്റൻറ്റ് വാല്യൂ ഒരു റെക്റ്റാങ്കുലർ പൾസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പൾസാണ്, ദാറ്റ് ഈസ് റെക്റ്റാങ്കുലർ പൾസ്. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, സോ അതാണ് ഞാനിവിടെ ഈ കാണിച്ചിരിക്കുന്ന പി ഓഫ് എഫ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ പൾസ് വിച്ച് വിൽ സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ. പക്ഷേ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് TB ആണ്. TB വിച്ച് ഈസ് ഈക്വൽ ടു 1/RB. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പൾസിൻ്റെ ആ ഒരു ടൈം പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RB ആയിരിക്കും. ദാറ്റ് ഈസ് ബിറ്റ്വീൻ RB/2 ആൻഡ് ബിറ്റ്വീൻ -RB/2. ഓക്കെ, സോ ബിറ്റ്വീൻ RB/2 -RB/2 ഉള്ള ഒരു പൾസ് ആയിരിക്കണം എന്ത്? പി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എഫ്. ബിക്കോസ് എന്നാൽ മാത്രമേ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടത്തുള്ളൂ. കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത് പി ഓഫ് എഫിനാണ്. ഇത് ഫ്രീക്വൻസി ഡൊമെയിനിലാണ്. ഇനി ഈ ഫ്രീക്വൻസി ഡൊമെയിനിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ടൈം ഡൊമെയിനിൽ എന്താണ്? നിങ്ങൾ സിഗ്നൽസിൽ പഠിക്കുന്നതാണ്, ഞാൻ അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല. ഒരു റെക്റ്റാങ്കുലർ പൾസിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം, ഇത് ഫ്രീക്വൻസി ഡൊമെയിനിലാണ് അല്ലേ. പി ഓഫ് എഫ് ആണ്. റെക്റ്റാങ്കുലർ പൾസിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ കിട്ടുന്നത് സിങ്ക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, സിങ്ക് ഫംഗ്ഷൻ ആയിരിക്കും. അതായത് പി ഓഫ് എഫ് റെക്റ്റാങ്കുലർ പൾസ് ആണെങ്കിൽ നമുക്ക് പി ഓഫ് ടി ആയിട്ട് കിട്ടുന്നത് ഒരു സിങ്ക് ഫംഗ്ഷൻ ആയിരിക്കും.
സി ദിസ് ഈസ് ദ സിങ്ക് ഫംഗ്ഷൻ. ഈ സിങ്ക് ഫംഗ്ഷൻ്റെ പ്രത്യേകത ഉണ്ട്. നോക്കിക്കേ, ഈ 0 എന്ന് പറഞ്ഞ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ മാത്രമേ ഇതിന് മാക്സിമം വാല്യൂ കിട്ടത്തുള്ളൂ. കണ്ടോ? ബാക്കി അതർ ഇൻസ്റ്റൻസിലെല്ലാം ഇതിൻ്റെ വാല്യൂ എന്താകുന്നുണ്ട്? 0 ആയിക്കൊണ്ടിരിക്കുവാണ്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ISI 0 ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. സോ അത് നമ്മൾ പറയും. അപ്പോൾ ദിസ് ഈസ് ദ കണ്ടീഷൻ. ഓക്കെ, ദിസ് ഈസ് ദ പൾസ് വിച്ച് ഹാസ് ടു ബി യൂസ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് ദിസ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൾസ് എന്താണ്? P(f) ആണ്. അപ്പോൾ P(f)നെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. P(f) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു റെക്റ്റാങ്കുലർ പൾസാണ് അല്ലേ P(f) എന്ന് പറഞ്ഞാൽ. അപ്പം ആ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ P(f) എന്തായിരിക്കണം? P(f) എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ ആയിരിക്കണം. ആ റെക്റ്റാങ്കുലർ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: 1/RB. ഓക്കെ, 1/RB RECT എന്നെഴുതാം റെക്റ്റാങ്കിൾ. അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് മീൻസ് ദിസ് ഓൾസോ മീൻസ് ഇറ്റ്സ് എ റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് റെക്റ്റാങ്കിൾ എന്ന് RECT എന്ന് എഴുതാം, ഓർ ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇൻ ബ്രാക്കറ്റിൽ F/RB. So this is how you represent a rectangular function. Okay, now അതിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ സിങ്ക് ഫംഗ്ഷൻ കിട്ടും അല്ലേ? അതിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ സിങ്ക് ഫംഗ്ഷൻ കിട്ടും. ആൻഡ് ദിസ് സിങ്ക് ഫംഗ്ഷൻ P(t), ഈ P(t) എന്ന് പറഞ്ഞാൽ ഇതൊരു സിങ്ക് ഫംഗ്ഷൻ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ. ആൻഡ് യു ഷുഡ് ലേൺ ദീസ് 2 ഇക്വേഷൻ. ഓക്കെ, സിങ്ക് πRB ഇൻറ്റു ടി ആണ്. ചിലയിടത്ത് പൈ എഴുതാതെയും എഴുതും. അതതിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷനിൽ വരുന്ന വ്യത്യാസമാണ്. ഇങ്ങനെയാണ് നമ്മൾ P(t)യെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന പൾസ് ഏതാണ്? റെക്റ്റാങ്കുലർ പൾസാണ് P(f)ൽ. ആൻഡ് ടൈം ഡൊമൈനിൽ എടുക്കുകയാണെങ്കിൽ അതൊരു സിങ്ക് പൾസ് ആയിരിക്കും. ഈ 2 ഇക്വേഷൻ പഠിക്കണം. ഓക്കെ, ഇനി ഒരു കാര്യമുണ്ട്. RB നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് മീൻസ് ഇപ്പം RB ആണ് ബിറ്റ് റേറ്റ് എങ്കിൽ, RB ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? RB സാമ്പിൾസ് ആണ് നമ്മൾ ഒരു സെക്കൻഡിൽ അയക്കുന്നത് അല്ലേ? അപ്പം RB സാമ്പിൾസ് ഒരു ചാനലിൽ കൂടി നമുക്ക് അയക്കണമെങ്കിൽ ആ മിനിമം ബാൻഡ് വിഡ്ത്ത് എത്രയാണ് റിക്വയർഡ് ആണെന്ന് അറിയാമോ? ദാറ്റ് മീൻസ് മിനിമം ബാൻഡ് വിഡ്ത്ത് റിക്വയർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു RB/2 ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മിനിമം ബാൻഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു RB/2 ആണ്. അപ്പം മിനിമം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് മിനിമം ബാൻഡ് വിഡ്ത്തിനെ ഞാനിപ്പം W എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ W ഈസ് ഈക്വൽ ടു RB/2 ഓർ ബിറ്റ് റേറ്റ് RB ഈസ് ഈക്വൽ ടു 2 ടൈംസ് ദ ബാൻഡ് വിഡ്ത്ത്. ഈ ഇക്വേഷൻ ഓർക്കണം. ഓക്കെ, അതായത് ഇത് ഓർക്കാൻ എളുപ്പമാണ്. RB എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു FS ഇസ് ഈക്വൽ ടു 2 ടൈംസ് മാക്സിമം ഫ്രീക്വൻസി കണ്ടൻറ്റ് ഓഫ് ദ സിഗ്നൽ എന്നറിയാം. ആ മാക്സിമം ഫ്രീക്വൻസി കണ്ടൻറ്റ് ഓഫ് ദ സിഗ്നലാണ് ശരിക്കും ആ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. 2W എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ RBക്ക് വരെ ഞാൻ FSന് വരെ യൂസ് ചെയ്യുന്നത് ബിറ്റ് റേറ്റ് ആണ്. ആൻഡ് ഇഫ് W ഈസ് ദ ആ ഒരു സിഗ്നലിൻ്റെ മാക്സിമം ബാൻഡ് വിഡ്ത്ത് W ആണെങ്കിൽ ചാനലിൻ്റെ ബാൻഡ് വിഡ്ത്ത് W ആയിരിക്കണം അല്ലേ? അങ്ങനെയാണ് നമുക്ക് RB ഈക്വൽ ടു 2W എന്ന് എഴുതാൻ കഴിയുന്നത്. അതായത് RB സാമ്പിൾസ് പെർ സെക്കൻഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ മിനിമം ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ RB/2 ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് എ വെൽ നോൺ കണ്ടീഷൻ. അപ്പോൾ RB എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. ആൻഡ് ആ ബാൻഡ് വിഡ്ത്തിനെ ഞാൻ W വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ RB വിൽ ബിക്കം 2W. സോ അങ്ങനെയാണെങ്കിൽ P(f)നെ എനിക്ക് ഇങ്ങനെയും റീറൈറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 1/2W. ഓക്കെ, 2W റെക്റ്റാങ്കുലർ F/2W എന്ന് എഴുതാം. ഓക്കെ, P(f) ബോത്ത് ആർ സെയിം. 2 ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. എക്സാമിനേഷൻ 2 എഴുതുക. ആൻഡ് ഓൾസോ P(t) ഈസ് ഈക്വൽ ടു ഇവിടെ സിങ്ക് ഓക്കെ π2WT എന്ന് എഴുതാം. ഓക്കെ, ചിലയിടങ്ങളിൽ പൈ ഉണ്ടാവില്ല. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ ഡിഫറൻസ് ആണ്. സോ ദീസ് ആർ ദ ഇക്വേഷൻ വിച്ച് യു ഷുഡ് റിമെമ്പർ. ആൻഡ് നൗ അടുത്തെന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഞാൻ കൊണ്ടുവരുവാണ്. അതിൻ്റെ എന്താണ് ഒരു ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ? അപ്പോൾ പറഞ്ഞു നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പൾസാണ് ഇത് അല്ലേ? ഈ പൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ എന്ന് പറയുന്നത്. സോ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അത് മറ്റൊന്നുമല്ല, ഈ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ഒരു പൾസ് അത്
അത് വെച്ചിട്ടുള്ള അത് വെച്ച് ഡിസൈൻ ചെയ്യുന്ന ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ എന്ന് പറയുന്നത്. അതായത് ആ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിൻ്റെ P(f) എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ ആയിരിക്കും. ഇങ്ങനെയുള്ളൊരു റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ P(t) എന്ന് പറയുന്നത് ഒരു സിങ്ക് ഫംഗ്ഷൻ ആയിരിക്കും, ഒരു സിങ്ക് പൾസ് ആയിരിക്കും. ഓക്കെ, സോ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ നമ്മൾ ISI റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന P(f) ആണ് ഈ റെക്റ്റാങ്കുലർ പൾസ്. ഓക്കെ, അതിനെ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ഈ റെക്റ്റാങ്കുലർ പൾസ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ചാനൽ ഓർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ എന്ന് പറയുന്നത്. സോ ഇഫ് യു ആർ ആസ്ക്ഡ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ, നിങ്ങൾ ഇവിടെ മുതൽ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ എഴുതുക. നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്തിട്ട് ഈ P(t), P(f) കിട്ടുന്നത് വരെ എഴുതണം. ബിക്കോസ് എ ചാനൽ വിത്ത് ദിസ് പൾസ് ഷേപ്പ് ഈസ് നോൺ ആസ് ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ. ഓക്കെ, അപ്പോൾ അതാണ് ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിന് ഒരു പ്രശ്നമുണ്ട്. ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കുലർ പൾസാണ് അല്ലേ, റെക്റ്റാങ്കുലർ പൾസാണ്. പക്ഷേ ഈ റെക്റ്റാങ്കുലർ പൾസിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം യൂസ് ചെയ്യും. എന്താണ് റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഈ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിൻ്റെ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ്, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന റേസ്ഡ് കൊസൈൻ സ്പെക്ട്രത്തിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. സോ വൺ തിങ് ദാറ്റ് യു ഷുഡ് റിമെമ്പർ ഈസ് നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ മാത്രം ചോദിക്കുകയാണെങ്കിൽ ഇവിടെ വരെ ഡിറൈവ് ചെയ്യുക ആൻഡ് ഓൾസോ റൈറ്റ് ഇതും എഴുതണം. ഇനി ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ ചോദിക്കുന്നതെങ്കിലും സെയിം തിങ് തന്നെ എഴുതണം. ഫസ്റ്റ് യു ഡിറൈവ് ദ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ ആൻഡ് ദെൻ യു write the condition, that means you write the pulse shape, rectangular pulse ആണെന്നുള്ളത് ഈക്വേഷനും സിങ്കിൻ്റെതും എഴുതുക. അപ്പോൾ ഈ ഒരു P(t) സാറ്റിസ്ഫൈ ചെയ്യുന്ന ചാനലിനെയാണ് നമ്മൾ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, നൗ വൺ മോർ തിങ്, P(t) എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, സിങ്ക് പൾസ് ആണെന്നാണ് പറഞ്ഞത് അല്ലേ. നമുക്ക് കിട്ടിയത് എന്താണ്, P(t) എന്ന് പറയുന്ന ഒരു സിങ്ക് പൾസ് ആണെന്നാണ് നമുക്ക് കിട്ടിയത്. P(t) എന്ന് പറയുന്ന ഒരു സിങ്ക് പൾസ് ആണെന്ന് കിട്ടി നമുക്ക് P(t). ശരിക്കും ഈ P(t) എന്താണ്, ശരിക്കും P(t) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസ് റെസ്പോൺസ് ആണ് അല്ലേ. ഇമ്പൾസ് റെസ്പോൺസ്, ഓവറോൾ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഈ എന്തോ ഒരു ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും ഒരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടിലേക്ക് ഇമ്പൾസ് ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ റെസ്പോൺസ്, അതാണ് ഈ ഇമ്പൾസ് റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ സോ അതാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആ സിസ്റ്റത്തിലേക്ക് ഞാൻ ഇൻപുട്ട് ഒരു ഇമ്പൾസ് കൊടുക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇമ്പൾസ് റെസ്പോൺസ്. ഇവിടെ P(t) ആണ്. അപ്പോൾ ഈ P(t) എന്താണെന്ന് നമുക്ക് കിട്ടിയത്, സിങ്ക് ഫംഗ്ഷൻ ആയിരിക്കണം അല്ലേ. ISI 0 ആക്കണമെങ്കിൽ ഇതൊരു സിങ്ക് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് കിട്ടി. സോ ഇവിടെ ഞാനൊരു സിഗ്നൽ കൊടുക്കുകയാണ്, ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തു. ആ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് AK ആണിത്. AK വിൽ ടേക്ക് ആംപ്ലിറ്റ്യൂഡ് +1. ഞാൻ പറഞ്ഞു AK നമുക്ക് ഒരു ഇമ്പൾസ് സിഗ്നൽ വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അന്നേരം ശരിക്കും ഔട്ട്പുട്ട് എന്തായിരിക്കണം, ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു മീൻസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ 0യിൽ മാത്രമേ എനിക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് ഇത് 0യിലാണ് അയക്കുന്നതെങ്കിൽ ബാക്കി ഇൻസ്റ്റൻറ്റുകളിലെല്ലാം ISI ഇല്ലെങ്കിൽ ബാക്കി ഇൻസ്റ്റൻറ്റിലെല്ലാം വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം അല്ലേ. 0 ആയിരിക്കണം, -TBയിലും -2 TBയിലും എല്ലാം. ദാറ്റ് ഈസ് ഇഫ് ദർ ഈസ് നോ ISI, ഇഫ് യു ആർ അപ്ലൈയിങ് എ പൾസ് അറ്റ് t = 0യിൽ ഞാനൊരു പൾസ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഐ ഷുഡ് ഗെറ്റ് ദ ഔട്ട്പുട്ട് only at t = 0 and at all other instance output should be 0. ഔട്ട്പുട്ട് ഇവിടെ മാത്രമേ കിട്ടാൻ പാടുള്ളൂ ISI ഫ്രീ ആകുവാണെങ്കിൽ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഒരു സിങ്ക് ഫംഗ്ഷനാണ്. ബിക്കോസ് സിങ്ക് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ് നോക്കിക്കുക. സിങ്ക് ഫംഗ്ഷൻ ഒറ്റ ഇൻസ്റ്റൻറ്റിൽ മാത്രമേ വാല്യൂ ഉണ്ടാവുകയുള്ളൂ. ബാക്കി സാമ്പിളിംഗ് ഇൻസ്റ്റൻറ്റിലൊക്കെ ഈ സിങ്കിൻ്റെ വാല്യൂ എന്താണ്, 0 ആണല്ലേ. സോ എക്സാക്ട്ലി ഈ ഒരു സിങ്ക് ഫംഗ്ഷൻ ആണ് ഇതിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പൾസ്. ബിക്കോസ് ആ സിങ്ക് ഫംഗ്ഷൻ ബാക്കി ഇൻസ്റ്റൻറ്റിലെല്ലാം അത് 0 ആയി പോകും. ഇറ്റ് വിൽ ഹാവ് ഹൈ ആംപ്ലിറ്റ്യൂഡ് ഓൺലി അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് അറ്റ് വിച്ച് ദ ഇൻപുട്ട് ഈസ് സാമ്പിൾഡ്. ഇൻപുട്ട് ഇനിയിപ്പോൾ TBയിലാണ് അയക്കുന്നതെങ്കിൽ നമുക്ക് TBയിലൊരു ഇതായിരിക്കും കിട്ടുന്നത്, ബാക്കി എല്ലായിടത്തും 0 ആയി പോകും.
ഈ 2 TBയിലാണെങ്കിൽ 2 TBയിൽ യു വിൽ ഗെറ്റ് എ സിങ്ക് ഫങ്ഷൻ. ഓക്കെ, ബാക്കി ഇൻസ്റ്റൻറ്റിലെല്ലാം അത് 0 ആയി പോകും. അതാണ് എൻ്റെ. സോ ഞാൻ നിങ്ങളെ ദിസ് ഈസ് ദ ഇതൊരു എക്സാമ്പിളാണ്, മറ്റൊന്നുമല്ല. 1 0 കണ്ടോ, 1 0 1 1 0 1 0 എന്ന് പറഞ്ഞൊരു ബൈനറി സീക്വൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന സിങ്ക് പൾസ് ഇങ്ങനെയായിരിക്കും. 1 കണ്ടോ, 1 എന്ന് പറയുമ്പോഴത്തേക്കും 1 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഇൻ്റർവെൽ, ആ ഇൻസ്റ്റൻറ്റ് ഇവിടെയാണെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ നമുക്കൊരു സിങ്ക് പൾസ് കിട്ടും. അവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. ബാക്കി ഇൻസ്റ്റൻറ്റിലെല്ലാം എന്തായിരിക്കും, അത് 0 ആയിരിക്കും. അതിൻ്റെ ടെയിൽ 0 ആയി പോകും. ഇനി 0 എന്ന് പറയുമ്പം ഇൻപുട്ട് എക്ക് 2 വാല്യൂ, +1 -1. അപ്പോൾ 0 എന്ന് വരുമ്പോഴത്തേക്കും മൈനസിലേക്ക് കണ്ടോ, -1ലേക്ക് പോകുന്ന ഒരു സിങ്ക് പൾസിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ബാക്കി എല്ലാ ഇൻസ്റ്റൻറ്റിലും അത് 0 ആയിരിക്കും. എഗെയിൻ 1 കിട്ടുവാണെങ്കിൽ എഗെയിൻ ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പൾസ്. എഗെയിൻ 1 ആണ്. സോ എഗെയിൻ 1ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പൾസ്, 1ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പൾസ്. ഇവിടെ 0 വരുന്നുണ്ട്. ആ 0 രണ്ടിടത്ത് വരുന്നുണ്ട്. അന്നേരം ആ ഇൻസ്റ്റൻറ്റിൽ മാത്രമേ നമുക്ക് സിങ്ക് പൾസ് കിട്ടത്തുള്ളൂ. ബാക്കി ഇൻസ്റ്റൻറ്റിലെല്ലാം അതെന്തായിരിക്കും, 0 ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് ഹൗ ISI ഈസ് എലിമിനേറ്റഡ്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിച്ചത് നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയനും ആ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലുമാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ആൻഡ് എക്സാമിനേഷൻ ഇതൊരു എസ്സേ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ, ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ ചോദിക്കുവാണെങ്കിൽ, നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ ചോദിച്ചാലും യു ഹാവ് ടു ഡിറൈവ് ദ ഹോൾ തിങ്. താങ്ക് യു.